എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പം വളരെ വേഗം നമുക്കിതാ ഈ കറി തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ പേർക്കൊക്കെ അറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ വീട്ടിലെത്തിയെങ്കിലും റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതാ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിനകത്തേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതാച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ അതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ജീരകമാണ്. നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ 2 or 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ കുക്കറിലല്ലാതെ നമ്മൾ ഈ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ കുറേ വെളിച്ചെണ്ണയുടെയൊക്കെ ആവശ്യം വരും. ഇതൊന്നും വേണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക്. അപ്പോൾ കുറച്ച് ഹെൽത്തിയാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് ഞാൻ ചെറിയ തീയിലൊന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പച്ചമുളക്, 1 or 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ 1 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ആയതുകൊണ്ട് 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരുപാട് കനത്തിൽ കട്ട് ചെയ്ത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് ചെറിയ തീ തന്നെ ഇടണം കേട്ടോ. തീ കൂട്ടിയിടരുത്. കാരണം കുക്കറിലാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ലേശം ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വഴണ്ടി കിട്ടിക്കോളും. സവാള നമ്മൾ ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നൊരു നിറം മാറിയിട്ടൊന്ന് വാടി കിട്ടുമല്ലോ, അത്രയും മതി കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക വെച്ചാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കളറുള്ളത് കൊണ്ട്. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് എടുക്കാൻ പാടുള്ളൂ. ഉരുളൻകിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ കിഴങ്ങ് ചേർത്ത് നമ്മൾ മുട്ടക്കറി തയ്യാറാക്കുമ്പം ആ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒത്തിരി പുളിയൊന്നുമില്ല കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും ഓഫീസിലും ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. തക്കാളി ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മൾ ഈ നാടൻ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു മുട്ടക്കറി ഉണ്ടല്ലോ, വളരെ സിമ്പിളായിരിക്കും, പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ടേസ്റ്റ് ഒന്ന് കൂടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോഴുണ്ടല്ലോ ആ കറിക്ക് ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 3/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോഴുണ്ടല്ലോ
കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ അങ്ങ് കൊടുത്തോളൂ. അല്ല വെച്ചാൽ ചിലപ്പോൾ ഇനിയും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ കുക്കർ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനകത്ത് 2 വിസിൽ മതിയായിട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൽ ഒരു വിസിലൊക്കെ കൂടുതൽ വേണ്ടി വരും. അത്രയും മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ 2ാമത്തെ വിസിൽ കേട്ടപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ വെള്ളം കണ്ടില്ലേ, ആ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മൾ ഇറക്കി വെച്ചാൽ ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടി നമ്മളിതിനെ ഒന്ന് കുറുകിയ രൂപത്തിലെടുക്കുമ്പം കുറച്ച് ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളത് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടും. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള വഴണ്ട് എടുക്കുന്ന സമയത്ത് മാത്രമല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ പെരിഞ്ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മീറ്റ് മസാലയ്ക്കൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ 1/4 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ചേർത്ത് കൊടുത്താൽ മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കരുത് കേട്ടോ. മസാല ചേർത്തു എന്നുള്ള ഒരു ടേസ്റ്റ് മാത്രമേ ഈ കറിക്ക് പാടുള്ളൂ. ഇതാ ഞാനൊരു 4 മുട്ട പുഴുങ്ങിയിട്ട് തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിത് കട്ട് ചെയ്തിടണമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട കട്ട് ചെയ്യാതെ ഇട്ടതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഈ മുട്ട ഇടുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയ തീയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ പാലൊന്നും ഇനി വേണ്ട. അതില്ലാതെ തന്നെ നമുക്കിതാ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. മിക്കവാറും എല്ലാവരും തയ്യാറാക്കുന്നവരായിരിക്കും. ഞാൻ ദാ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുക്കർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി നോക്കൂ, കുട്ടികൾക്ക് കൊടുക്കൂ. കണ്ട കുറച്ച് നേരം അത് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും. എന്ത് കറിയും തയ്യാറാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്